പാലക്കാട് കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ ബസ് സ്കൂട്ടറിലിടിച്ച് അപകടം. അമിത വേഗതയിൽ വന്ന ബസ് കണ്ട ഉടനെ യാത്രക്കാരൻ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ചാടിയതാണ് അപകട കാരണം. ബസ് ഇരുചക്ര വാഹനത്തിലൂടെ കയറിയിറങ്ങി. സ്കൂട്ടർ യാത്രികന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ഈ ബസിന്റെ വേഗത കണ്ട് ഭയന്ന് അയാൾ സ്കൂട്ടറിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബസ്സിന് എന്താണ് സംഭവിച്ചത്? അതിന്റെ ഡ്രൈവറുടെ മൊഴി എടുത്തിട്ടുണ്ടോ? കേസ് എടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പെരുന്തൽമണ്ണ ബസ്സാണ് കാൽപ്പടത്ത്. പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ബസ് അമിത വേഗതയിൽ എത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. അത് കണ്ടാണ് അയാൾ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ചാടിയിരിക്കുന്നത്. ആ ബസ്സിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ബസ് അങ്ങനെ വേഗത്തിൽ വന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? കേസ് എടുത്തിട്ടുണ്ടോ? ലക്ഷ്മി, ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് പോലീസ് ബസ് അമിത വേഗതയിൽ വന്നതാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും അതോടൊപ്പം തന്നെ വ്യാപാരികളും അവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രദേശത്ത് വലിയ തോതിൽ വാഹനങ്ങളെല്ലാം തന്നെ അമിത വേഗതയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് ബസ് ഉൾപ്പെടെ അമിത വേഗതയിൽ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ അപകടത്തിൽപ്പെട്ട വാഹനം അപകടത്തിൽപ്പെട്ടതിനെ അത്ഭുതകരമായി ആണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു വലിയ ദുരന്തമായി മാറുമായിരുന്നു. ഈ വാഹനം പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വ്യാപാരികളും നാട്ടുകാരും എല്ലാം ഈ അപകടത്തിന് ശേഷം കൊപ്പം ടൗണിൽ പ്രതിഷേധ പരിപാടികൾ നടത്തുകയും അമിത വേഗതയ്ക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ വേഗത്തിൽ വന്ന ബസ് കണ്ട് ആ സ്കൂട്ടർ യാത്രക്കാരൻ സ്കൂട്ടറിൽ നിന്ന് എടുത്ത് ചാടുകയായിരുന്നു. അതുകൊണ്ടാണ് തലനാരിഴയ്ക്ക് അയാൾ രക്ഷപ്പെട്ടത് തന്നെ.